പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ജൂലീഷിൻ്റെ സ്നോ ഗേൾ ബ്യൂട്ടി പാർലർ. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവാം. പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് മുടി കിളിപ്പിക്കാൻ ഇത്തിരി താമസം എടുക്കൂലേ, അതിൽ പെട്ടെന്നൊരു ശാശ്വത പരിഹാരം പോലെയാണ് നമ്മളെപ്പോഴും ഹെയർ എക്സ്റ്റൻഷൻ കൊണ്ടുവരുന്നത്. ഹ്യൂമൻ ഹെയർ ആണ് നമ്മൾ ഇതിന് പ്രിഫർ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറവായിരിക്കും. നമ്മളൊരു 3 സെക്ഷനായിട്ടാണ് ഇത് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരുപാട് ടൈപ്പ് ഹെയർ എക്സ്റ്റൻഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് മൈക്രോ റിംഗ് ഹെയർ എക്സ്റ്റൻഷൻ, കെരാറ്റിൻ ഗ്ലൂ ഹെയർ എക്സ്റ്റൻഷൻ, ടേപ്പിംഗ് ഹെയർ എക്സ്റ്റൻഷൻ, അങ്ങനെ ഒരുപാട് ടൈപ്പുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹെയറിനകത്ത് സ്മൂത്തനിങ്, കെരാറ്റിന്, കളറിങ്, ഷാംപൂ വാഷിങ്, കണ്ടീഷനിങ് എന്ത് ചെയ്താലും ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ നമുക്കത് മാനേജ് ചെയ്യാനും പറ്റും. നല്ല പോലെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് മുടി അഴിച്ചിട്ടിട്ട് പോവാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടി വെച്ചിട്ട് പോവാം, നമുക്ക് നല്ല ഓളിയം തോന്നും മുടിക്കകത്ത്. പിന്നെ നമ്മൾ അഡ്വാൻറ്റേജസ് പറഞ്ഞതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ എന്തൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. നമ്മുടെ മുടി അഴിച്ചിട്ടിട്ട് പോകുമ്പോൾ ജട കുത്തുന്നത് പോലെ തന്നെ ഈ മുടിയിലും ജട കുത്താൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുടിയെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണോ അതിലും കുറച്ച് കൂടുതൽ നമ്മൾ ഈ ഹെയറിനെ മാനേജ് ചെയ്യണം. ഹെന്ന, പയറുപൊടി അതൊക്കെ ഇട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യാറുണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു മുടിയിലാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് വന്ന് അത് അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ മുടി ചീത്തയാവാനും ജട കുത്താനും ഒക്കെ ചാൻസ് കൂടുതലായിട്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. നമ്മൾ 2 മാസത്തിലൊരിക്കൽ അത് സർവീസ് കൊടുക്കണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി. അടുത്ത വീഡിയോയിൽ ഞാനത് സോൾവ് ചെയ്യുന്നതായിരിക്കും.